السلام عليكم ورحمة الله. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബുർദ അർത്ഥവും വ്യാഖ്യാനവും പാർട്ട് 23 അൽ ഫസ്ലു സാലിസു ഫി മദ്ഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمه لو ناسبت قدره آياته عظما أحيا اسمه حين يدعى دارس الرمم لم يمتحنا بما تعي العقول به حرصا علينا فلم نرتب ولم نهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفم. നിശ്ചയം അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠതക്ക് അതിരുകളെ ഇല്ല. ഫയുരിബ അൻഹു നാതിഖും ബിഫമി, അങ്ങനെ അതിരുകളുണ്ടായിരുന്നുവെങ്കിൽ വായ കൊണ്ട് മൊഴിയുന്നവർ അത് പറഞ്ഞു തീർക്കുമായിരുന്നു. ലൗ നാസബത്ത് ഖദ്റഹു ആയാതുഹു ഇളമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ സ്ഥാനമാനങ്ങളോട് തങ്ങളുടെ വെളിപ്പെട്ട അത്ഭുത ദൃഷ്ടാന്തങ്ങൾ തുല്യമാവുമെങ്കിൽ അഹ്യസ്മുഹു ഹീന യുദ്ആ ദാരിസർ റിമമി, അവിടുത്തെ തിരുനാമം കൊണ്ട് വിളിച്ചാൽ ദ്രവിച്ച അസ്ഥികൾ ജീവിക്കുമായിരുന്നു. അതിലും വലിയ മഹത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. അവിടുത്തെ പേര് പറഞ്ഞ് ആ നുരുമ്പിയ എല്ലുകളെ, അസ്ഥികളെ വിളിക്കപ്പെടുകയാണെങ്കിൽ അവ ജീവിക്കുമായിരുന്നു എന്നാണ്. ലം യംതഹിന്ന ബിമാ തഅയൽ ഉഖൂലു ബിഹി ഹിർസൻ അലൈന ഫലം നർതബ് വലം നഹിമി, നമ്മുടെ ബുദ്ധിയെ കുഴക്കും വിധമുള്ള സന്ദേശങ്ങൾ കൊണ്ടുവന്ന് അവിടുന്ന് നമ്മെ പരീക്ഷിച്ചിട്ടില്ല. നമ്മളോടുള്ള താൽപര്യം കൊണ്ടും നമ്മൾ പിഴക്കാതിരിക്കണമെന്ന അവിടുത്തെ അത്യാർത്തിയുമാണ് അതിനു കാരണം. അതുകൊണ്ട് തന്നെ നമുക്ക് സംശയിക്കേണ്ടതായും പരിഭ്രമിക്കേണ്ടതായും വന്നിട്ടില്ല. ഫലം നർത്തബ് വലം നഹിമി. അയൽ വറ ഫഹ്മു മഅനാഹു ഫലൈസ യുറാ ലിൽഖുർബി വൽ ബുഅദി ഫീഹി ഗൈറു മുൻഫഹിമി. അവിടുത്തെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിൽ പടപ്പുകൾ അശക്തരായിരിക്കുന്നു. അകലെ നിന്നായാലും അടുത്തു നിന്നായാലും അവിടുത്തെ നോക്കിക്കാണുന്നവർ സ്തംഭരായി പോകും. ഇതുപോലെ കശംസി തദ്ഹറു ലിൽ ഐനൈനി മിൻ ബുഇദിൻ സഗീറതൻ വതുകില്ലു തർഫു മിൻ അമമി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂര്യനെ പോലെയാണ്. അകലെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് കണ്ണുകൾക്ക് വെളിവാകുന്നു. എന്നാൽ അടുത്തു നോക്കുമ്പോൾ പ്രഭ കൊണ്ട് കണ്ണുകൾ അടഞ്ഞു പോവുകയും ചെയ്യുന്നു. അതുപോലെയാണ് നബി തങ്ങൾ. വകൈഫ യുദ്രികു ഫിദ്ദുനിയ ഹഖീഖതഹു ഖൗമുൻ നിയാമുൻ തസല്ലൗ അൻഹു ബിൽ ഹുലുമി. കേവലം നേരിയ സ്വപ്നങ്ങൾ കൊണ്ട് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് മതിയാക്കുന്ന ഉറങ്ങുന്നവരെ പോലെയുള്ള ഒരു അശ്രദ്ധവാന്മാരായ ജനത എങ്ങനെയാണ് ദുന്യാവിൽ അവിടുത്തെ യാഥാർത്ഥ്യത്തെ എത്തിക്കുന്നത്, കണ്ടെത്തുന്നത്? فمبلغ العلم فيه أنه بشر
വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. അവിടുത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ പരമാവധി അറിവ് അവിടുന്ന് ഒരു മനുഷ്യനാകുന്നു എന്നതും തീർച്ചയായും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടികളെക്കാൾ ഉത്തമരുമാകുന്നു എന്നുമാണ്. ഇതാണ് നമുക്ക് റസൂലുള്ളാഹിനെ സംബന്ധിച്ചുള്ള പരമാവധി അറിവ്. ഫഇന്ന ഫളില റസൂലില്ലാഹി എന്ന അവിടുത്തെ അൽഫാഉലി സബബിയ്യത്തി ഹാദൽ ബൈത്തു തഅലീലുൻ ലിൽ ബൈത്തി ഖബ്ലഹു. ഈ ബൈത്ത് ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള ആ ബൈത്തിനിക്ക് ഒരു കാരണമായിട്ട് പറഞ്ഞതാണ്. ഫകഅന്നഹു ഖാല ലിഅന്ന ഫളില റസൂലില്ലാഹി. അതിൻ്റെ മുമ്പ് പറഞ്ഞത് ഫൻസുബ് ഇലാ ദാത്തിഹി മാ ശിഅ്ത മിൻ ശറഫി വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅ്ത മിൻ ഇളമി എന്ന് പറഞ്ഞു. അതിൽ കാരണം എന്തുകൊണ്ടാണ്? നീ ഉദ്ദേശിച്ചതൊക്കെ ചേർത്തിക്കോ എന്ന് പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠതക്ക് പരിധിയില്ല. ഫഇന്ന ഫളില റസൂലില്ലാഹി ഇന്ന തൗക്കീദാണ്. ഫളില ഇന്നൻ്റെ ഇസ്മ്, റസൂലി മുളാഫിൻ ഇലൈഹി അല്ലാഹി അതും മുളാഫിൻ ഇലൈഹി. ലൈസ ഫീൽ നാഖിസ് ലഹു ലൈസൻ്റെ ജാറു മജ്റൂർ, ലൈസൻ്റെ ഖബർ മുഖദ്ദം ഹദ്ദുൻ എന്നുള്ളത് ഇസ്മു മുഅഖറാണ്. ആ ലൈസയും അതിൻ്റെ ഇസ്മും ഖബറും കൂടിയ ജുംല ഇന്ന എന്ന ഇന്നൻ്റെ ഖബറുമാണ്. ഫയുരിബ അൻഹു നാത്തിഖുൻ. അവിടെ നഫീൻ്റെ ജവാബിലാണ് ഈ ഫാ കൊടുത്തിരിക്കുന്നത്. ഫയുരിബ ജവാബുൽ നഫിയാണ്. അതിനുണ്ടായിരുന്നുവെങ്കിൽ ഫയുരിബ അൻഹു, അതിനെ തൊട്ട് ആ ഫളിനെ തൊട്ട് വായ കൊണ്ട് മൊഴിയുന്ന ഏതൊരു മനുഷ്യനും വ്യക്തമാക്കുമായിരുന്നു. യുരിബ എന്നുള്ളത് ഫീല് ആണ്. അവിടെ മുഖദ്ദറത്തായ അന്നുകൊണ്ട് ഇസ്മു ചെയ്യപ്പെട്ടതാണ്. അന്നാത്തിഖു, നാത്തിഖുൻ എന്നുള്ളത് ഫായില്, ബിഫമി ജാറു മജ്റൂർ മുതഅല്ലഖ് നാത്തിഖ്. ഫഇന്ന ഫളില റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വാളിഹ വമാ ഖസ്സഹു അല്ലാഹു തആല ബിഹി മിനൽ മസായൽ ബാത്തിനത്തി വൽ മഹാസിനിൽ ളാഹിറത്തി അല്ലത്തി ലം യസിൽ ഇലൈഹാ അഹദുൻ മിൻ ഖൽഖിഹി തആല. ലൈസ ലഹു ഹദ്ദുൻ എന്ന് പറഞ്ഞാൽ ഐ തർഫുൻ വ ഗായത്തുൻ, അതിന് ഒരു അറ്റം ഇല്ല. ഫഫളിലുഹു ലാ യതനാഹ. ലൈസ ലഹു ഗായത്തുൻ വ മുൻതഹ ലിഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യസൽ യതറഖാ ഫിൽ കമാലി ഫീ കുല്ലി ലഹളത്തിൻ. ഓരോ സെക്കൻഡിലും റസൂലുള്ള പൂർണ്ണതയിൽ ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുന്നു. ഖാല സയ്യിദി അലി വഫ എന്നവർ പറഞ്ഞു. വയുഷീറു ലിഹാദാ ഖൗലുഹു തആല. റസൂലുള്ള ഓരോ സെക്കൻഡിലും പൂർണ്ണതയിൽ കയറിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതിലേക്കാണ് അള്ളാന്റെ വാക്ക് സൂചിപ്പിക്കുന്നത്. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. നബി തങ്ങളുടെ പിന്തിയ ഓരോ സമയവും തങ്ങൾക്ക് മുന്തിയ സമയത്തേക്കാൾ ഉത്തമമാണ്. ലിഅന്ന മഅനാഹുൽ ഇശാരിയു വലൽ ലഹളത്തുൽ മുതഅഖിറത്തു ഖൈറുൽ ലക മിനൽ ലഹളത്തിൽ മുതഖദ്ദിമത്തി എന്നാണ്. പിന്തിയ ഓരോ സെക്കൻഡും മുന്തി കഴിഞ്ഞു പോയ സെക്കൻഡിനേക്കാൾ തങ്ങൾക്ക് ഉത്തമമായതാണ്. ലിഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതറഖാ ഫിൽ മുതഅഖിറത്തി ഇലാ കമാലാത്തിൻ സായിദത്തിൻ അമ്മാ തർക്കാ ഇലൈഹി ഫിൽ മുതഖദ്ദിമത്തി. ബാജൂരി 27. അതുപോലെ
അസ്സുഹ്റു വൽ ഉദ്ദ 54, അൽ ഉംദ 270. ഫഫദ്ലുഹു ലാ യതനാഹ വമഖാമുഹു ലാ യുദ്റകു വലാ യുളാഹ. അതിനോട് മറ്റുള്ളവരുടെ സ്ഥാനത്തെ സാദൃശ്യമാക്കപ്പെടുകയും ചെയ്യൂല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ, പരിധി ഉണ്ടായിരുന്നുവെങ്കിൽ ഫയുഇരിബ അൻഹു. അൻഹു എന്ന് പറഞ്ഞാൽ ഐ ഫളിലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വബികമാലിഹി നാതിഖും ബിഫമി ഇൻസാനുൻ നാതിഖും ബിഫമി. തൈക്കീദുൻ നാതിഖാണ്. ബിഫമി എന്നുള്ളത് നാതിഖിനിക്ക് ഒന്ന് തൈക്കീതായിട്ട് പറഞ്ഞതാ, അല്ലാതെ ഫമല്ലാത്തത് കൊണ്ട് നുത്തുക്ക് ഉണ്ടാവൂല. എന്നായാലും സമീഅ്തു ബി ഉദ്നയ്യ എന്നൊക്കെ പറഞ്ഞതുപോലെ, നളർതു ബി ഐനയ്യ എന്നൊക്കെ പറഞ്ഞതുപോലെ പറഞ്ഞതാണ്. ലൗ നാസബത്ത് ഖദ്റഹു. നാസബത്ത് എന്ന് പറഞ്ഞാൽ മാസലത്ത്, ഖദ്റഹു എന്ന് പറഞ്ഞാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐ മിഖ്ദാറഹു വഉലുവ മൻസിലത്തിഹി ഇൻദല്ലാഹി തആല. അപ്പൊ ലൗ ഹർഫു ഷർത്താണ്, ലിംതിനാഇ സാനി ലിംതിനാഇ അവ്വൽ. അപ്പൊ ഇംതിനാഇയായ ലൗ. നാസബത്ത് ഫിഅ്ലു മാദി, ഖദ്റ എന്നുള്ളത് മഫ്ഊല് മുഖദ്ദമാണ്, ആയാത്തുഹു എന്നുള്ളത് ഫാഇല് മുഅഖറാണ്, ഇളമ എന്ന് പറയുന്നത് തമ്മീസാണ്, തർക്കീബ്. അഹ്യ എന്നുള്ളത് ഫിഅ്ല് ഇസ്മുഹു ഫാഇല് മുളാഫ് ഹു മുളാഫുൻ ഇലൈഹി. ഹീന യുദ്ആ ദാരിസൽ ദിമമി. ഹീന എന്നുള്ളത് ളർഫു സമാനാണ്, മൻസൂബും ബി അഹ്യ, അഹ്യ കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടതാണത്. യുദ്ആ ഫിഅ്ല് ലം യുസമ്മ ഫാഇല് ളമീർ നായിബ് ഫാഇൽ. റസൂലുള്ളാഹി തങ്ങളുടെ ഇസ്മിലേക്ക്, ഇസ്മുഹു എന്നുള്ളതിലേക്ക് മടങ്ങുന്ന ഒരു ളമീറാണ് നായിബ് ഫാഇൽ. വലസ്ലു യുദ്ആ ബിഹി എന്നാണ്, ആ പേര് മുൻനിർത്തിക്കൊണ്ട് വിളിക്കപ്പെട്ടാൽ. ദാരിസൽ ദിമമി, ദാരിസൽ ദിമമി എന്നുള്ളത് അഹ്യന്റെ മഫ്ഊലാണ്, ദിമമ് എന്നുള്ളത് മുളാഫുൻ ഇലൈഹിയാണ്. വല്ലസ്ലു അഹ്യസ്മുഹു ദാരിസം ദിമമി ഹീന യുദ്ആ ബിഹി എന്നാണ്. ഈ റസൂലുള്ളാഹിന്റെ പേര് നുരുമ്പിയ എല്ലുകളെ ആ പേരുകൊണ്ട് വിളിക്കപ്പെടുമ്പോൾ ജീവിപ്പിക്കുന്നതാണ്, ഹയാത്താക്കുന്നതാണ്. വഹാസിലു മഅനൽ ബൈത്തി, ഈ ബൈത്തിന്റെ മഅന ലൗ നാസബത്ത് ഖദ്റഹു എന്ന ബൈത്തിന്റെ, അന്നഹു ലൗ കാനത്ത് ആയാത്തുഹുൽ ഇളാമു, റസൂലുള്ളാഹിന്റെ മഹത്തരമായ ദൃഷ്ടാന്തങ്ങളായിരുന്നുവെങ്കിൽ, മുനാസബത്തൻ ലി മിഖ്ദാരി കമാലിഹി, റസൂലുള്ളാഹിന്റെ ആ പൂർണ്ണതയുടെ സ്ഥാനത്തിനോട് യോജിച്ചതായിരുന്നുവെങ്കിൽ, ലഅഹ്യല്ലാഹു തആല ബഅദ വഫാത്തിഹി ബിബറകത്തി ഇസ്മിഹിൽ ഇളാമൽ ബാലിയത വൽ അജ്സാദൽ ബാലിയത. റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം ആ റസൂലുള്ളാഹിന്റെ പേരിന്റെ ബറക്കത്ത് കൊണ്ട് മരിച്ചുപോയ നുരുമ്പിയ എല്ലുകളെ ജീവിപ്പിക്കുമായിരുന്നു. അങ്ങനെ ആരെങ്കിലും റസൂലുള്ളാഹിന്റെ പേര് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്താൽ, ഇദാ ദഅ അല്ലാഹ തആല അഹദുൻ ബിസ്മിഹി അൻ യുഹ്യിയൽ മൗത ബിഅൻ യുഖാല യാ അല്ലാഹ് ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്യി ഹാദൽ മയ്യിത എന്നങ്ങനെ ദുആ ചെയ്ത് അങ്ങനെ ജീവിപ്പിക്കുമായിരുന്നു.
ലാക്കിൻ മാ അഹിയല്ലാഹു തആല ബഅദ വഫാത്തിഹി, പക്ഷേ അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം ജീവിപ്പിച്ചിട്ടില്ല തിൽക്കൽ ഇളാമ, ഇങ്ങനെ നുരുമ്പിയ എല്ലുകളെ, ലിസിത്തിരി വായാത്തി കമാലാത്തിഹി ബൈനൽ അനാമി. എന്തിനാണ്? റസൂലുള്ളാഹിന്റെ ആ പൂർണ്ണതകളുടെ അങ്ങേ അറ്റത്തെ മനുഷ്യന്മാർക്കിടയിൽ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു പേര്, റസൂലുള്ളാഹിന്റെ പേര് കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്തപ്പോൾ ഒരു മരിച്ച നുരുമ്പിയ മയ്യത്തിനെ, എല്ലിനെ ജീവിപ്പിക്കുക എന്നുള്ളതൊന്നുമല്ല റസൂലുള്ളാഹിന്റെ സ്ഥാനം. അതിനേക്കാൾ വലിയതാണ് റസൂലുള്ളാഹിന്റെ സ്ഥാനം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ അല്ലാഹു തആല അത്തരം കാര്യങ്ങൾ വെച്ചത്. വലം യഖഅ ദാലിക ലൗ വഖഅ ലനുഖില ഇലൈനാ വലം യുൻഖൽ ഫലം യകുൽ ഇഹ്യാഉൽ മൗതാ ബിത്തവസ്സുലി ബിസ്മിഹി മിൻ ആയാതിഹി ഫലൈസത്ത് ആയാതുഹു മുമാസിലത്തൻ ലിഖദ്രിഹി. ഇപ്പോൾ റസൂലുള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളൊന്നും റസൂലുള്ളാഹിന്റെ സ്ഥാനത്തിനോട് തുല്യമായതല്ല. ഫി തഅദാദി തഅളീമി, റസൂലുള്ളാഹിന്റെ മഹത്വങ്ങളെ, ബഹുമാനങ്ങളെ എണ്ണുന്ന വിഷയത്തിൽ. ബൽ ഖദ്റുഹു അക്ബറു മിൻ ആയാതിഹി, പിന്നെയോ റസൂലുള്ളാഹിന്റെ സ്ഥാനം എന്ന് പറയുന്നത് റസൂലുള്ളാഹിക്ക് നൽകപ്പെട്ട ദൃഷ്ടാന്തങ്ങളെക്കാൾ എത്രയോ വലുതാണ്. ബാജൂരി അതിൻ്റെ ഹാമിഷ് അടക്കം 27-28 പേജ്, അസീദത്തു ശുഹദയുടെ 142, അതുപോലെ തന്നെ അൽ ഉംദയുടെ 272-73. വഖാസിയത്തു ഹാദിഹിൽ അബിയാത്തി അല്ലത്തി അവലുഹാ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി എന്ന് തുടങ്ങുന്ന ആ ബൈത്ത് മുതൽക്ക് ലൗ നാസബത്ത് ഖദ്റഹു ആയാതുഹു ഇളമ എന്ന ഈ ബൈത്ത് വരെ ഉള്ള ബൈത്തുകൾ, അവയെ ഒരാൾ എഴുതി പനനീര് വെള്ളം കൊണ്ടും കുങ്കുമം കൊണ്ടും എഴുതി വശരിബഹ മൻ കതബഹ ബിമാഇ വർദിൻ വസുഅഫറാനിൻ വശരിബഹ ഫഇന്നല്ലാഹ യുസ്ബിതുഹു ഇൻദ സുആലി മുൻകരിൻ വനകീരിൻ. എന്നാൽ അല്ലാഹു തആല മുൻകർ നക്കീറിന്റെ സുആലിന്റെ സമയത്ത് അവൻക്ക് സ്ഥിരത നൽകും എന്നാണ്. ബാജൂരി 28. ലൗനാസബത്തു ഖദ്റഹു ആയാതുഹു ഇളമ എന്ന ബൈത്തിന്റെ ഷറഹിൽ അസീദത്തു ശുഹദയുടെ 143 പേജിൽ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും സൽക്കരിക്കുന്നതിന് വേണ്ടി ഒരു ആടിനെ അറക്കുകയും ആ സമയത്ത് അദ്ദേഹത്തിന്റെ മൂത്ത മകൻ അവിടെ ഇല്ലായിരുന്നു. വന്നപ്പോൾ ചെറിയ മകനോട് എങ്ങനെയാണ് ആടിനെ പിതാവ് അറുത്തത് എന്ന് ചോദിച്ചപ്പോൾ ചെറിയ മകൻ അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഈ വലിയ മകൻ മൂത്ത കുട്ടി അതിന് വഴിപ്പെട്ടു. 2 കൈ കാല് കെട്ടി കത്തിയെടുത്ത് ആ മൂത്ത മകനെ ഈ തൻ്റെ ചെറിയ സഹോദരൻ അറുത്തു. തലയുമായി ഉമ്മയുടെ അടുക്കിലേക്ക് ചെന്നു. ഇത് കണ്ട് ഉമ്മ കരഞ്ഞപ്പോൾ പേടിച്ചു കുട്ടി വീടിൻ്റെ മച്ചിൽ കയറി പിന്തുടർന്നു വന്ന ഉമ്മയെ പേടിച്ച് താഴെ വീണു മരണപ്പെട്ടു. പക്ഷേ ഉമ്മ ക്ഷമിച്ചു. ആ കുട്ടികളെ തുണിയിൽ പൊതിഞ്ഞ് വീട്ടിൻ്റെ അകത്ത് ഒളിപ്പിച്ചു. ഭക്ഷണം പാകം ചെയ്ത് റസൂലുള്ളാഹി തങ്ങൾ വന്നു. ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ 2 മക്കളോട് കൂടെ അല്ലാതെ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞു. റസൂലുള്ള കുട്ടികളെ വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷേ കുട്ടികൾ വരാത്ത ഒരു സാഹചര്യത്തിൽ പല ആവർത്തിച്ചു പറഞ്ഞെങ്കിലും കൂടി കാര്യങ്ങൾ അവസാനം പറഞ്ഞു കൊടുക്കൽ ആവശ്യമായി വന്നു. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി
തങ്ങൾ പറഞ്ഞു, ആ കുട്ടികളെ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി തങ്ങളോട് അല്ലാഹ് കൽപ്പിച്ചിട്ടുണ്ട്. തങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹ് ഉത്തരം നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹ് അവർക്ക് ജീവൻ നൽകാൻ വേണ്ടി ദുആ ചെയ്തു. അള്ളാഹു അവരെ ഹയാത്താക്കി. അവർ എഴുന്നേറ്റ് വന്നു റസൂലുള്ളാഹിനോട് കൂടെ ഭക്ഷണം കഴിച്ചു എന്ന ഈ സംഭവം ഈ അഖീദത്തു ശുഹദയുടെ 143, 144 പേജിൽ പറഞ്ഞിട്ടുണ്ട്. ലൗ നാസബത്ത് ഖദ്റഹു ആയാതുഹു ഇളമ എന്ന ഈ ബൈത്തിന്റെ ഖാസിയത്ത് പറയുന്നുണ്ട്. അന്നഹു ലൗ ഖുരിഅ അലാ മുഹ്തളരിൻ ഖദ് ഇസ്തദ്ദത് സക്കറാത്തു മൗതിഹി ഫി ആഖിരി വഖ്തിഹി. മരണാസന്നനായ ഒരു വ്യക്തി, അവൻ്റെ ആ അവസാന ഘട്ടത്തിൽ മരണവേദന ശക്തമായ ഘട്ടമാണ്. ആ വ്യക്തിയുടെ മേൽ ഈ ബൈത്ത് ഓതിക്കഴിഞ്ഞാൽ ഇന്തമ അജലുഹു യമൂതു, സമയത്തിക്കണമെങ്കിൽ മരിക്കും. വയില്ല ഫയുഫീഖു വയഖ്ലുസു മിൻ അലമി ദാലിക്കൽ വഖ്തി വശിദ്ദത്തിഹി. അവൻ ആ അവസ്ഥയിൽ നിന്ന് തെളിഞ്ഞ് ആ സമയത്തുള്ള വേദനയിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്, ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. കമാ അഖ്ബറ ബിഹിൽ ഉസ്താദ്. അഖീദത്തു ശുഹദയുടെ 144. ലം യംതഹിന്ന ബിമാ തഅയൽ ഖൂലു ബിഹി ലം യഖ്തബിർന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പരീക്ഷിച്ചിട്ടില്ല ബിശൈഇൻ. ലം യഖ്തബിർന ബിശൈഇൻ തഅജിസു അൻഹു ഉഖൂലുന വലാ തഹ്തദി ലിവജ്ഹിഹി. നമ്മുടെ ബുദ്ധിക്ക് പ്രയാസകരമായി വരുന്ന ഒരു കാര്യം കൊണ്ടും, ബുദ്ധി ഉൾക്കൊള്ളാത്ത ഒരു കാര്യം കൊണ്ടും, ആ കാര്യം പറയുമ്പോൾ അതിലേക്ക് നേർവഴി സിദ്ധിക്കാൻ കഴിയാത്ത അത്തരത്തിലുള്ള ഒരു കാര്യം കൊണ്ടും റസൂലുള്ള നമ്മെ പരീക്ഷിച്ചിട്ടില്ല, നമ്മളെ പ്രയാസപ്പെടുത്തിയിട്ടില്ല. ലിശിദ്ദത്തി റഗ്ബത്തിഹി ഫി ഹിദായത്തിന. നമ്മുടെ ഹിദായത്തിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹിക്ക് അങ്ങേയറ്റത്ത ആഗ്രഹമുണ്ട്. ബൽ അതാ ബിൽ ഹനീഫിയ്യത്തിൽ വാളിഹത്തി. പക്ഷെ റസൂലുള്ളാഹി കൊണ്ടുവന്നത് വളരെ വ്യക്തമായ ആ പരിശുദ്ധമായ ദീനിനെയാണ്. ഫലം നതറദ്ദദ് ഫീമ അതാനാ ബിഹി വലം നതഹയ്യർ ഫീഹി. റസൂലുള്ളാഹി കൊണ്ടുവന്ന ആ കാര്യത്തിലൊന്നും നമുക്ക് യാതൊരുവിധ പ്രയാസമോ പരിഭ്രമമോ ഇടയാട്ടമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതാണ് ലം യംതഹിന്ന, നമ്മളെ ആ റസൂലുള്ളാഹി പരീക്ഷിച്ചിട്ടില്ല. ബിമാ, ഒന്നുകൊണ്ട്, തഅയൽ ഖൂലു ബിഹി, ആ ഒന്നുകൊണ്ട് ബുദ്ധി പരിഭ്രമിക്കും. ബിമാലം നഹ്തദി ലി ഫഹ്മിഹി, അതിനെ മനസ്സിലാക്കൽ കൊണ്ട് നാം നിർവഴി സിദ്ധിക്കുകയില്ല, അങ്ങനത്തെ ഒന്നുകൊണ്ട്. ലി ഖഫാഇഹി അലൈഹ, അതിൻ്റെ മേൽ ആ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ആ ഫഹ്മിന്റെ ബുദ്ധിയുടെ മേൽ അത് ഖഫ ആണ്, മറഞ്ഞ കാര്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ടൊന്നും റസൂൽ നമ്മെ പരീക്ഷിച്ചിട്ടില്ല. ഹിർസൻ അലൈന ഐ മിൻ അജലി ഹിർസിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലൈന അല്ലാ നദില്ല, നമ്മൾ പഴക്കാൻ പാടില്ല എന്ന നിലക്ക് നമ്മുടെ മേൽ റസൂലുള്ളാഹിക്ക് വളരെ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണത്. ഫലം നർത്തബ്, അതുകൊണ്ട് തന്നെ ലം നശുക്ക, നമ്മൾ സംശയിച്ചിട്ടില്ല. വലം നഹിമി ഫീഹി, ആ വിഷയത്തിൽ നമ്മൾ പരിഭ്രമിച്ചിട്ടും ഇല്ല. ഇതാണ് റസൂലുള്ളാഹി നമ്മളോടുള്ള സ്നേഹവും ഇഷ്ടവും ഈ രീതിയിലാണ്. അഅയൽ വറാ അഅജസൽ ഖൽഖ ജമീഅൻ മിൻ ഇൻസിൻ വ ജിന്നിൻ വ മലക്കിൻ. ജിന്നുകളും ഇൻസുകളും മലക്കുകളുമായ സകല പടപ്പുകൾക്കും പ്രയാസമായിട്ടുണ്ട് ഫഹ്മു മഅനാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ആ ഹഖീഖത്തിനെ മനസ്സിലാക്കൽ ഇവർക്കെല്ലാം അശക്തമായിട്ടുണ്ട്. എല്ലാ പടപ്പുകൾക്കും റസൂലുള്ളാഹിക്ക് പ്രത്യേകമായ ഇദ്റാഖു ജമീഇ കമാലാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹിറത്തി വൽ ബാത്തിനത്തി അലാ തരീഖി തഫ്സീൽ. ലാഹിറത്തും ബാത്തിനത്തുമായ റസൂലുള്ളാഹിന്റെ എല്ലാ പൂർണ്ണതകളെയും വിശദമായ രീതിയിൽ എത്തിക്കൽ പടപ്പുകൾക്കെല്ലാം അശക്തമായിട്ടുണ്ട്. ഫലൈസ മൻ അറാദ ഫഹ്മ മഅനാഹു തഫ്സീലൻ. റസൂലുള്ളാഹിന്റെ ആ പൂർണ്ണതകൾ മുഴുവനും തഫ്സീലൻ നിലക്ക് വിശദമായി മനസ്സിലാക്കലിനെ വല്ലവനും ഉദ്ദേശിച്ചാൽ ഫലൈസ യഅലമു, അവൻ അറിയൂല, ഫി ഹാലത്തയിൽ ഖുർബി വൽ ബുഅദി, റസൂലുള്ളാഹിനോട് അടുത്ത് നിൽക്കുന്ന അവസ്ഥയിലും തങ്ങളെ തൊട്ട് അകന്നു നിൽക്കുന്ന ആ അവസ്ഥയിലും ഒന്നും അവനറിയൂല. അകലെ നിന്നായാലും സമീപം വെച്ചായാലും ആ റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിൽ അശക്തിയില്ലാതെ കാണപ്പെടുകയില്ല. യുറാ ഫിൽ ഖുർബി വൽ ബുഅദി മിന്നു ഗൈറു മുൻഫഹിമിൻ, അശക്തിയില്ലാതെ കാണപ്പെടുകയില്ല. വൽ ബുഅദി മിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൈറു മുൻഫഹിമിൻ ഐ ആജിസിൻ അൻ ഇദ്റാക്കി കമാലാത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ കുൻഹി വഅലാ തരീഖി തഫ്സീലി ഇദ് ലാ യഫി മഖ്ലൂഖുൻ ബിദാലിക ലികസ്റത്തിഹാ ജിദ്ദ. റസൂലുള്ളാഹിന്റെ ഹഖീഖത്ത് കൊണ്ടും അവിടുത്തെ ആ പൂർണ്ണതകൾ വിശദമായിട്ടുമൊന്നും എത്തിക്കലിനെ തൊട്ട് അശക്തിയില്ലാതെ കാണപ്പെടുകയില്ല. അതിന് കഴിയാത്ത നിലയ്ക്കേ കാണുകയുള്ളൂ എന്നർത്ഥം. കശംസി തദ്ഹറു ലിൽ ഐനൈനി മിൻ ബുഅദിൻ സഗീറതൻ വതുകില്ലു തർഫ മിൻ അമമി. ഹുവ കശംസി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശംസിനെ പോലെയാണ്. തദ്ഹറു ലിൽ ഐനൈനി ളുഹൂറൻ ഹിസ്സിയൻ, ആ ഷംസ് രണ്ടു കണ്ണുകൾക്ക് വെളിവാകും. ഹിസ്സിയായ ളുഹൂർ, പഞ്ചേന്ദ്രിയം മുഖേനയുള്ള കണ്ണുകൊണ്ട് നോക്കിയിട്ടുള്ള വെളിവാകൽ. മിൻ ബുഅദിൻ, അകലയിൽ നിന്ന്. ഹാലത്ത കൗനിഹ സഗീറത്തൻ, അത് തന്നെ ചെറിയതായ നിലക്ക്. ഖദ്റ തുർസി അവിൽ മിർആത്തി, ഒരു കണ്ണാടിയുടെയൊക്കെ വലിപ്പേ തോന്നുള്ളൂ. വതുകില്ലു തർഫ ഐ തുത്ഇബു തർഫ അൽ ബാസിറത, കണ്ണിനെ അത് പ്രയാസപ്പെടുത്തും. മിൻ അമമിൻ ഐ മിൻ ഖുർബിൻ, അടുത്ത് നിന്ന് അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ണെല്ലാം ആകെ പ്രയാസത്തിലായി പോകുന്നതാണ്, നോക്കാൻ കഴിയാതെ വരും. തുകില്ലു എന്ന് പറഞ്ഞാൽ തൊഴിജിസു തർഫായൽ ഐന, കണ്ണിനെ അത് അശക്തമാക്കും, കാണാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് വരിക. ഇവിടെ വൽ മഖ്സൂദു തശ്ബീഹുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിശ്ശംസി, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷംസിനോട് തശ്ബീഹാക്കിയതാണ്. ഫി അന്നഹു ലാ യുഹാതു ബി കുൻഹിഹി വ ഹഖീഖത്തിഹി, റസൂലുള്ളാഹിന്റെ ഹഖീഖത്ത് കൊണ്ട് ചുറ്റി അറിയപ്പെടുകയില്ല. ഫി ഹാലത്തയിൽ ബുഅദി ഖുർബി വൽ ബുഅദി, അടുത്താണെങ്കിലും അകലെയാണെങ്കിലും ഈ രണ്ടവസ്ഥയിലും ആ വിഷയത്തിൽ ഷംസിനോട് സാദൃശ്യമാക്കിയതാണ്.
കമാ അന്ന ഷംസ വൈൻ ഷുഹീദത്ത് ലാ തുദ്റകു ബികമാലിഹ, ഷംസിനെ കാണപ്പെടുമെങ്കിലും അതിൻ്റെ പൂർണ്ണമായ നിലക്ക് അതിനെത്തിക്കപ്പെടാൻ കഴിയില്ല. കദാലിക നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ വൈൻ ഷുഹിദ, റസൂലുള്ളാഹിയും ഇപ്രകാരം തന്നെ കാണപ്പെടുന്നുണ്ടെങ്കിലും ലാ യുദ്റകു മഅനാഹു ബികമാലിഹി, റസൂലുള്ളാഹിന്റെ ആ ഹഖീഖത്തിനെ പൂർണ്ണമായി എത്തിക്കപ്പെടുകയില്ല. വല്ലാ യുദ്റകു മിൻ കുല്ലിൻ ഇല്ലൽ ഖദ്റൽ യസീറ വൻ നസ്റൽ ഖലീല, ഏതൊരാൾക്കും എത്തിക്കാൻ കഴിയുക വളരെ കുറഞ്ഞ ഒരു ഖദറിനെ മാത്രമേ ഉള്ളൂ. വകൈഫ യുദ്രികു ഫിദ്ദുനിയ, അപ്പോ അലാ അയ്യി ഹാലിൻ യുദ്രികു ഫി ദാരിദ്ദുനിയ, ഈ ദുന്യാവിൻ്റെ വീട്ടിൽ എങ്ങനെ ഏത് അവസ്ഥയിലാണ് എത്തിക്കുക ഹഖീഖത്തഹു, റസൂലുള്ളാഹിന്റെ ഹഖീഖത്തിനെ മിൻ കമാലാത്തിഹിൽ ളാഹിറത്തി വൽ ബാത്തിനത്തി ബിൽ കുൻഹി വലാ തരീഖി തഫ്സീരി, റസൂലുള്ളാഹിന്റെ ആ ഹഖീഖത്ത് കൊണ്ടും അതിൻ്റെ പരിപൂർണമായ വിശദമായ രീതിയിലുമൊക്കെ ളാഹിറത്തും ബാത്തിനത്തുമായ കമാലാത്തുകളെ എങ്ങനെയാണ് എത്തിക്കുക. നിയാമുൻ ഐ ഖൗമുൻ നിയാമുൻ ഫിദ്ദുനിയ ഗാഫിലൂന കന്നിയാമി, ഖൗമുൻ ഗാഫിലൂന കന്നിയാമി, നിയാമും ഉറങ്ങുന്നവരായ ജനത, ഉറങ്ങുന്നവരെ പോലെയുള്ള അശ്രദ്ധവാന്മാരായ ഒരു ജനത. തസല്ലൗ അൻഹു ബിൽ ഹുലുമി ഖനഉ അൻ ഇദ്റാകി കുൻഹി മഅനാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹുലുമി, അവർ റസൂലുള്ളാഹിന്റെ ആ യഥാർത്ഥ മഅനയെ എത്തിക്കലിനെ തൊട്ട് അവർ മതിയാക്കി. ബിൽ ഹുലുമി ഐ ബിശ്ശൈഇൽ യസീരിൽ ലദി അദ്റഖൂഹു മിൻഹു ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് അവർ റസൂലുള്ളാഹിൽ നിന്ന് എത്തിച്ച കുറഞ്ഞ കാര്യം കൊണ്ട്, ഇമ്മാ ബിൽ ഇയാനി വ ഇമ്മാ ബിൽ ബയാനി, ഒന്നുകിൽ കണ്ണുകൊണ്ട് കണ്ടിട്ടോ അതല്ലെങ്കിൽ ആരെങ്കിലും വിശദമായി പറഞ്ഞതുകൊണ്ടോ ഏതെങ്കിലും നിലക്ക് കിട്ടിയ ഒരു ചെറിയ അല്പം കാര്യങ്ങളെ കൊണ്ട് അവർ സമാധാനിച്ചു കൂടുകയാണ്, മതിയാക്കുകയാണ് ചെയ്യുന്നത്. കൈഫ തഅലമു ഫിദ്ദുനിയ അദ്ദനിയത്തി ഹഖീഖത്ത ദാത്തിൽ മുഹമ്മദിയത്തി വ ഹഖീഖത്ത സിഫാത്തിൽ അഹമ്മദിയ, ജമാഅത്തുൻ ഗാഫിലത്തുൻ കന്നിയാമി കനഅൻ മഅരിഫത്തി ബിൽ ഖയാലാത്തി വൽ ഔഹാമി, റസൂലുള്ളാഹിനെ അറിയലിനെ തൊട്ട് എന്തെങ്കിലും ചില തോന്നലുകൾ, ചില ഊഹനകളൊക്കെ വെച്ച് മതിയാക്കിയ ഉറങ്ങിക്കിടക്കുന്ന ആളുകളെപ്പോലെ അശ്രദ്ധവാന്മാരായ ഒരു ജമാഅത്ത് എങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ മുഹമ്മദിയായ ദാത്തിന്റെ ഹഖീഖത്തിനെയും അഹമ്മദിയായ ആ സിഫാത്തിന്റെ ഹഖീഖത്തിനെയും ഈ ദുനിയാവിൽ വെച്ച് അറിയുക എങ്ങനെയാണ്? ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ, ഫമബ്ലഗുൽ ഇൽമി ഐ മകാനു ബുലൂഗിഹി വൽ വുസൂലി ഇലാ ഗായതിഹി, അപ്പോ റസൂലുള്ളാഹിന്റെ വിശേഷണങ്ങളിൽ നിന്ന് പരമാവധി എത്തിക്കുക, അത് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബശറുൻ, റസൂലുള്ള ഒരു ബശറാണ്, മനുഷ്യനാണ് എന്നതിലാണ്. മാത്രമല്ല വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി ഐ അഫ്ളലു ജമീഇ മഖ്ലൂഖാതി ഇൻസൻ വ ജിന്നൻ വ മലക കുല്ലിഹിം, റസൂലുള്ള എല്ലാ പടപ്പുകളെക്കാണെയും ഉത്തമരുമാണ്. ഇതും മാത്രമാണ് റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ പരമാവധി കിട്ടുന്ന അറിവ്, അതിലപ്പുറം ഇല്ല. അന്ന നിഹായത്ത ബുലൂഗി ഇൽമിന വ ഗായത്ത ഉസൂലി ഫഹ്മിന ഫി മബ്ന ദാതിഹി അന്നഹു ബശറുൻ അളീമുൻ വ ജൗഹറുൻ ജസീമുൻ മിൻ അഫ്രാദിൽ ഇൻസാനി, ഇത് മാത്രമേ വഫീ മഅനാ സിഫാത്തിഹി അന്നഹു അഫ്ളലുൽ മഖ്ലൂഖാതി വ സയ്യിദുൽ കായിനാത്തി, ഇത്ര മാത്രമാണ് നമ്മുടെ ഇൽമ് പരമാവധി എത്തിയാൽ എത്തുക, ഇതിലപ്പുറം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. വകൈഫ യുദ്രികു ഫിദ്ദുനിയ ഹഖീഖത്തഹു ഖൗമുൻ നിയാമുൻ തസല്ലൗ അൻഹു ബിൽ ഹുലുമി എന്നതിൻ്റെ മഅനയിൽ
മറ്റൊരു വിശദീകരണം കൊടുത്തിട്ടുള്ളത് കൈഫ യുദ്രികു ഹഖീഖത മഅനാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൗമുൻ ഖനഉ ബി റുഅയതിഹി ഫിൽ മനാമി ഇൻ ഹസലത് ലഹും ഫിദ് ദുനിയ. ദുന്യാവില് സ്വപ്നത്തിൽ അവർക്ക് റസൂലുള്ളാഹിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാഴ്ച കൊണ്ട് മതിയാക്കുന്ന ഒരു ജനത എങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ യഥാർത്ഥ ആ മഅനയുടെ ഹഖീഖത്തിനെ എങ്ങനെയാണ് എത്തിക്കുക? അതുകൊണ്ട് മതിയാക്കുന്ന ആളുകൾ ഖൗമുൻ നിയാമുൻ ഖൗമുൻ ഗാഫിലൂന അനിൻ നളിരി ഫീ ഹഖീഖത്തിഹി ഇക്തഫു അനിൻ നളിരി ഫീ ഹഖീഖത്തിഹി തഫ്സീലൻ ബിമാ യസ്ബഹുൽ ഹുലുമ മിമ്മാ അദ്റഖൂഹു ബിൽ ഖബരി ജുംലത കദാ. എന്തെങ്കിലുമൊക്കെ കിട്ടിയത് കൊണ്ട് മാത്രം വിശദമായി മനസ്സിലാക്കുന്നതിനെ തൊട്ട് അശ്രദ്ധവാന്മാരായ ഒരു ജനതയാണ് ഇവര്. അതുകൊണ്ട് മതിയാക്കിയവർ എങ്ങനെയാണ് പൂർണ്ണമായ രൂപത്തിൽ റസൂലുള്ളാഹിനെ എത്തിക്കാൻ കഴിയുക? അവർക്കെങ്ങനെ എത്തിക്കാൻ കഴിയും? ഈ നിലക്കുള്ള വിശദീകരണങ്ങളാണ് ബാജൂരി അതിൻ്റെ ഹാമിഷിൽ ഒക്കെ കൊടുത്തിട്ടുള്ളത്. പേജ് 30